ഹലോ ഗായ്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ പ്രെപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡെർമാക്കോയുടെ ഒരു നയാസിനമൈഡ് സീറമാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോക്സ്ടെയിൽ എന്ന ബ്രാൻഡിൻ്റെ ഇതാണ് മോയ്സ്ചറൈസറാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ഡ്യൂയി ഫിനിഷ് തരുന്നൊരു മോയ്സ്ചറൈസറാണ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ഒന്നാണ് ഓഫ് കോഴ്സ് സൺസ്ക്രീൻ. അപ്പോൾ ഫോക്സ്ടെയിൽ സെയിം ബ്രാൻഡിട്ട് തന്നെ ഇതുപോലെ ഡ്യൂയി ഫിനിഷ് വരുന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ സ്വന്തം സ്വിസ് ബ്യൂട്ടിയുടെ പ്രൈമർ യൂസ് ചെയ്യുന്നുണ്ട്. അതും ഒരു ഡ്യൂയി ഗ്ലോയി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു നൈസ് ഒരു നല്ലൊരു കാമായിട്ടുള്ളൊരു കളർ എടുക്കുന്നു, അതിടുന്നു. പിന്നെ ഗ്ലിറ്റർ ഷെയ്ഡ് ഇടുന്നു. പിന്നെ നമ്മുടെ ഫിറ്റ് മീ മെബിലിൻ്റെ സെറ്റിംഗ് പൗഡർ ഇടുന്നു. പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ നമ്മൾ അതിനുശേഷം കൺസീലറാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാനിവിടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല ഗൈസ്, കാരണം അത്യാവശ്യം പിമ്പിൾസൊക്കെ വരാൻ ചാൻസസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പിന്നെ അത്രയൊരു വലിയൊരു സെറ്റപ്പായിട്ട് ഒരുങ്ങാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല, ബട്ട് എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. സോ അതിന് പകരമായിട്ടാണ് നമ്മൾ കൺസീലർ യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡറിൽ മാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ അടിക്കുന്നുണ്ട്, കാരണം കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് മേക്കപ്പ് നിൽക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഒരു ജെറ്റ് ബ്ലാക്ക് ലൈൻ നമ്മുടെ ജെൽ ലൈനർ ഉപയോഗിച്ച് ഐ നന്നായിട്ട് എഴുതുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഐബ്രോസ് നന്നായിട്ട് ക്ലിയർ ചെയ്ത് വരച്ച് കൊടുക്കുകയാണ്, കാരണം ഐബ്രോസ് വളരെ കുറവാണ് ഗൈസ്, അത് കാരണം കൊണ്ടാണ്. പിന്നെ നമ്മുടെ മെബിലിൻ ന്യൂയോർക്കിൻ്റെ തന്നെ അടിപൊളി സൂപ്പർ സ്റ്റേയിങ് ലോങ് ലാസ്റ്റിംഗ് അതുപോലെ ഹൈപ്പർ കേൾ തരുന്ന നമ്മുടെ ഒരു മസ്കാരയാണ്. ഓഫ്കോഴ്സ് ബ്രൈഡ്സിന് പോലും ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ്, അടിപൊളിയാണ്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊരെണ്ണം മേടിച്ച് വെച്ചു. ഓക്കെ, വാട്ടർ പ്രൂഫാണ്. അപ്പോൾ പിന്നെ നമ്മുടെ സ്വന്തം സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ച ഒരു കാജൽ, അതൊരു ഷിമ്മറി ഷെയ്ഡാണ്, അത് ഉപയോഗിച്ച് ഒന്ന് ലൈൻ ചെയ്യുന്നുണ്ട്. പിന്നീട് ബ്ലാക്ക് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ തന്നെ. അതിനുശേഷം നമ്മുടെ കത്രീന കൈഫിൻ്റെ കെ ബ്യൂട്ടിയുടെ നമ്മുടെ കോണ്ടോറിങ് സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ച് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ നോസൊക്കെ. പിന്നെ ഇത് അത്യാവശ്യം ഇന്നായിട്ടുള്ള നമ്മുടെ NYBയുടെ സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു വീണ്ടും ഒരു ഫിനിഷിങ് ഡ്യൂയി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് അത്യാവശ്യം ഗ്ലിറ്ററി ഒരു എഫക്റ്റ് കിട്ടണമല്ലോ. പിന്നെ പൊട്ടില്ലാതെ എന്താഘോഷം, മലയാളി തനിമ, പൊട്ട് കുത്തിയിരിക്കുകയാണ്. ഒരു ബ്ലാക്ക് പൊട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിന്ദൂരം ഇടുകയാണ്. അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ മറന്നുപോയി. കെ ബ്യൂട്ടിയുടെ തന്നെ ഒരു അടിപൊളി നാച്ചുറൽ ഫിനിഷ് വരുന്ന ഒരു ബ്ലഷും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊരു ക്രീമി ബ്ലഷാണ്. ഓക്കെ, ആൻഡ് അത്രയേ ഉള്ളൂ. സോ ഫൈനൽ ലുക്ക് കാണാം.